നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം. അതല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ മുഖേന വന്ന് ചേർന്നിട്ടുള്ള ഒരു ഒറ്റപ്പെടലായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും ചേർന്ന് പോകാനായിട്ട് പറ്റുന്നില്ല എന്ന ഒരു ചിന്ത മൂലം പലരും അത്തരം ആളുകളിൽ നിന്ന് വിട്ടുമാറി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത്. അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമായിരിക്കാം നിങ്ങൾക്കുള്ളത്. എന്തായാലും ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ സ്വയം ഒറ്റപ്പെട്ടിരുന്നാലും നിങ്ങളിൽ ഇപ്പോഴത്തെ ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും പല വിധത്തിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതിലൂടെ പല വിധത്തിലുള്ള തിരിച്ചറിവുകളും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് തുടങ്ങുകയും അതിലൂടെ നിങ്ങൾ ശരിക്കും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റാനായിട്ടും അത്തരം ഒറ്റപ്പെടലുകൾ സഹായകമാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പല വിധത്തിലുള്ള തിരിച്ചറിവുകളും ഇപ്പോൾ നിങ്ങളെക്കുറിച്ചായാലും മറ്റ് വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയുള്ള തിരിച്ചറിവുകൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ അത്തരം ബുദ്ധിമുട്ടുകൾ മാറി അവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ചില നഷ്ടങ്ങളിൽ ഹൃദയം തകർന്ന് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയോ ചതിക്കുകയോ അതുപോലെ തന്നെ തള്ളിപ്പറയുകയോ ഒക്കെ ചെയ്തത് മൂലമുള്ള ഒരു നഷ്ടം, സങ്കടമൊക്കെ ആയിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, ഒരുപക്ഷെ അത്തരം നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് ചേർന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടാവാൻ, നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരാനാണ് എന്ന് തന്നെ വിശ്വസിക്കുക. നമുക്ക് വന്നു ചേരുന്ന നഷ്ടങ്ങൾ വരാനിരിക്കുന്ന നേട്ടങ്ങളുടെ മുന്നോടിയായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുക. ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്ന സങ്കടങ്ങളിൽ, നഷ്ടങ്ങളിൽ വിഷമിച്ച് തകർന്നിരിക്കാതെ അതിൽ നിന്നും മാറി നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് സ്വപ്നം കാണാനും അതിൽ പ്രതീക്ഷയർപ്പിച്ച് പരിശ്രമിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കത് സാധിച്ചു തരും എന്നുള്ളതാണ് കാണുന്നത്. ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഈശ്വരനിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, പ്രതീക്ഷകളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മാനസികാവസ്ഥയിലായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സമയം വന്ന് ചേരും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഭയന്ന് മാറിയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, അത്തരത്തിൽ ഭയന്ന് മാറിയിരിക്കാതെ ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ
ഇവിടെ നിങ്ങളിലേക്ക് ജോലി, വിവാഹം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങൾ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതെ നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിനും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം വന്നു ചേരും എന്നുള്ള ഒരു സന്ദേശവും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് മനഃശാന്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട്. കൂടാതെ ഇവിടെ ഒന്നിൽ കൂടുതൽ സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതമായിട്ടുമുള്ള സന്തോഷ വാർത്തകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കുടുംബവുമായിട്ട് വളരെയധികം ആത്മബന്ധം നിലനിർത്തുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെയും പരിഗണിക്കുന്നവരെയും ഒക്കെ തിരിച്ചും അതേപോലെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും വലിയ മനസ്സുള്ളവരാണ് നിങ്ങളിൽ പലരും. കൂടാതെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വളരെയധികം കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ വ്യക്തതയില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വ്യക്തത ദൈവം നൽകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ കലാപരമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ആ ഒരു അവസരത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ വളരെയധികം ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് പലതിലും ഒരു തുടക്കം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രകാശം വന്നു ചേരുന്നുണ്ട്. പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളിൽ പ്രാർത്ഥന വളരെ കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ശക്തി കടന്നു വരുന്നു എന്നുള്ളതാണ്. എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.